എന്താ ചൂട്? എന്തൊരു ചൂടല്ലേ. കേരളത്തിലെ ചൂട് കൂടി വരുന്ന സാഹചര്യമാണ്. അപ്പം നമ്മുടെ ദിനചര്യകളിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന് നോക്കിയാലോ. ചൂട് കൂടുന്ന സമയത്ത് നിർജ്ജലീകരണം സംഭവിക്കുന്നു. ആ നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? നമുക്ക് ചർമ്മം, ശരീരത്തിൻ്റെ ചുണ്ട് ഒക്കെ വരണ്ടു വരിക, തലവേദന, തലകറക്കം പോലുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുക, മൂത്രത്തിൻ്റെ കാഠിന്യം കൂടുതലായിട്ട് മഞ്ഞ പോലെ പോവുക, പിന്നെ അധികമായി ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് സ്വഭാവത്തിൽ വ്യതിയാനങ്ങളും റെസ്റ്റ്ലെസ്നെസ്സും ഒക്കെ വന്നേക്കാം. ഓക്കെ, സോ എത്രമാത്രം വെള്ളം നമ്മൾ കുടിക്കണം? ഒരു 2.5 തൊട്ട് 3.5 ലിറ്റർ വെള്ളം വരെ സാധാരണ ഒരു ആൾക്ക് കുടിക്കാവുന്നതാണ്. ഒരു ജനറൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം ഡെയിലി. പക്ഷേ കിഡ്നിക്ക് അസുഖങ്ങളുള്ള ആളുകളോ ഹൃദയത്തിന് അസുഖങ്ങളുള്ള ആളുകളോ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. വെള്ളം കുടിക്കുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ORS പോലുള്ള ലായനികളോ അല്ലെങ്കിൽ കരിക്കും വെള്ളം അല്ലെങ്കിൽ മോരും വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ്. പഴങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് വെള്ളം അടങ്ങിയ പഴങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഇപ്പോൾ തണ്ണിമത്തനാണെങ്കിലും വെള്ളരിക്കയാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കഴിക്കുക. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ആപ്പിൾ, പേരയ്ക്ക, പപ്പായ പോലുള്ള പഴങ്ങൾ കഴിച്ചാൽ മതി. പിന്നെ ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുന്ന സമയത്ത് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ കഫിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കണം. കാരണം അത് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ശമനം കിട്ടുമെങ്കിലും പിന്നീട് അത് കൂടുതൽ ജലാംശം നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ വേനൽക്കാലത്ത് ഈ ചൂട് കൊള്ളുന്നത് ശ്രദ്ധിക്കുക, നിർജ്ജലീകരണം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ദിനചര്യയിൽ ഉൾപ്പെടുത്തുക.